ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 71 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിച്ചിട്ട് വരാം. ഡ്രസ്സ് വെക്കാൻ പറഞ്ഞത് ഗിഫ്റ്റ് അയക്കാനല്ലായിരിക്കും, തല്ലാൻ ആളെ വിടാനായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. സിംഗപ്പൂരിൽ ഇവിടുത്തെ മറ്റു ഭാഷ സംസാരിക്കുന്നവർ ഏട്ടന്റെ വീഡിയോ കാണാറുണ്ട്. സിംഗപ്പൂരിൽ ചേട്ടായി കാരണം കാട്ടുക. എന്തൊക്കെയാടാ നീ പറയുന്നേ? ബ്രോയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവും. താങ്ക് യു. സന്തോഷിക്കൂ, എല്ലാവരും സന്തോഷിക്കും. ശരത്തേട്ടന്റെ തമ്പനയിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊള്ളാം. നോളൻ വരെ മാറി നിൽക്കും. അത്രയൊക്കെ വേണോടേ. ബിഗ് ബോസ് കഴിഞ്ഞാലും മൂവി റോസ്റ്റ് ചെയ്യുക ഈ ചാനലിൽ. ഓക്കെ. ടിവിയിൽ ബിഗ് ബോസ് കാണുമ്പോൾ ഭയങ്കര ബോറാണ്. ചേട്ടന്റെ വീഡിയോ കാണുമ്പോൾ ഫുള്ള് എന്റർടൈൻമെന്റ് ആണ്. ശരിക്കും ഇത് നമ്മുടെ വിജയം. ഇവിടെ വരുന്ന എല്ലാവർക്കും മിങ്കിൾ ആകുന്നു എന്ന് കേട്ടു. അതാ ഞാനും ഈ വഴി വന്നേ. അതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പണ്ട് തൊട്ട് ഞാൻ പറയാറുണ്ട്. അപ്പൊ ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാൻ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അധികം സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ 8:30. ഇതെന്താ ബിഗ് ബോസ് 8:30? അരമണിക്കൂർ ലേറ്റാ. എന്താ എണീക്കാൻ വൈകിയ? ഒരു ഉത്തരവാദിത്വം ഇല്ലേ? 8 മണിക്കല്ലേ പാട്ടുണ്ട്. 5 രാവിലെ തന്നെ സാരിയെ കൊടുത്ത് റെഡിയായ ഇങ്ങോട്ട് പോണേ? വല്ല കല്യാണം ഉണ്ടാ? ജാസ്മിൻ എവിടെ? പാരന്റ്സ് ഇപ്പൊ വരും. ജാസ്മിൻ അകത്ത് പോയിരുന്നു. അവരെങ്ങനെ വരും? ജാസ്മിൻ വന്നു. അത് ശരി. ജിന്റെ ചേട്ടാ പാന്റ് ഇട്ടിട്ടില്ലേ? ജാസ്മിന്റെ പാരന്റ്സ് അല്ല കൂടാരാ? ബിഗ് ബോസേ, അതെന്ത് പരിപാടിയാ? ഇവർക്ക് മാത്രം എന്താ 3 പേര് അലോട്ട് ചെയ്ത്? തേടിയാണെങ്കിലും ആരാണെങ്കിലും ദിസ് ഈസ് നോട്ട് ഫെയർ. പാവക്കുട്ടിയാ? അങ്ങനെ മനുഷ്യന് മനസ്സിലാവണ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറ. ജാസ്മിൻ ബിലേക്ക് ഈ മോർണിംഗ് സോങ്ങിന്റെ ഇടയ്ക്കൂടെയാണ് പാരന്റ്സിനെ കയറ്റി പറഞ്ഞ ബിഗ് ബോസ്. എനിക്ക് കരച്ചിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ എന്ത് ഭംഗിയിൽ കരഞ്ഞോണ്ടിരുന്നറിയ. ഇത് പെട്ടെന്ന് ഇങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാൻ സ്പോർട്ട് ആക്ടർ ഒന്നും അല്ല. തന്തയാ? എന്തോന്ന്? നല്ല ബഹുമാനം. ഇനി ചിലപ്പോ ആ ഭാഗങ്ങളിൽ അപ്പനെ തന്താന്നായിരിക്കും വിളിക്കണേ. എന്തായാലും ഞങ്ങളുടെ ഇവിടെ ഒന്നും വിളിക്കാറില്ല. അല്ലെങ്കിൽ നോറയ്ക്ക് ഈയിടെയായിട്ട് ഉറക്കത്തിരി കൂടുതലാ. എന്റെ ബണ്ണ. അപ്പൊ ടെഡിയാന്ന് പറഞ്ഞ്? ഓ, ടെഡിയുടെ പേര് വീട്ടിലുണ്ടായിരുന്ന. അല്ല, ഇതാര് വാങ്ങി തന്നതാ? നല്ലൊരു ഗിഫ്റ്റ് അത്താര. ഓ, ഇനിയും ഗിഫ്റ്റ് ഉണ്ടോ? എന്താ? നീ ഇതായിരിക്കണം തിരിച്ചു വരുന്നേരെ കരുത്തില്. ഗോൾഡ് ചെയിനോ? അത് ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടല്ലോ. പിന്നെന്താ? കരുത്തില്. സായി ബി ലൈക്ക് ഇതെന്ത് പ്രഹസനം? ജാസ്മിൻ മനസ്സിൽ ഇത് എന്നെയും ഗബ്രീനെയും പിരിക്കാനുള്ള കൂടോത്രം ചെയ്ത മാല. എനിക്കറിയാം. എനിക്കൊക്കെ ഒരു ഗോൾഡ് ചെയിൻ കിട്ടണം. ഞാൻ തുള്ളിച്ചാടും. ജാസ്മിൻ ബി ലൈക്ക് കൊള്ള. മുത്തേ, നിനക്കെങ്കിലും ഇത് ചോദിക്കാൻ തോന്നില്ല? സ്വന്തം മോള് ഇതുവരെ ഈ ബ്ലോക്കിനെ പറ്റി മിണ്ടിയിട്ടില്ല. കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത മാസം പോകണം. ഓണ പറയുമ്പോ കണ്ണ് ഇടതുവശത്തേക്കാ വലതുവശത്തേക്കാ എങ്ങോട്ട് പോന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇടതുവശത്തേക്ക്. കറക്റ്റാ. അഭിപ്രായപ്പെട്ട ഒരു സാധനം ഉണ്ട്. ഇതാരോ നോക്ക്, 2 ശത്രുക്കള് നേർക്ക് നേർ. ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത്? ഇവനെയൊക്കെ പോയി പണി നോക്കാൻ പറ. എന്റെ പൊന്നു, പുറത്ത് എന്ത് ബഹളായിരുന്നു. ഞാൻ മീൻ കച്ചവടക്കാരനാണ്. സായി, ഫുഡിനെ പറ്റി പറഞ്ഞാണല്ലേ, ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി. ഞാൻ രാവിലെ 8:45. ഇപ്പൊ കിട്ടും മോളെ, ഇപ്പൊ കിട്ടും ജാസ്മിൻ, ഇപ്പൊ കിട്ടും. നല്ല അടിപൊളിയായിട്ട് സായി വന്ന് കുറെ. ഓ, സായി വന്ന് പറഞ്ഞപ്പോഴുള്ള വിഷമോ? അല്ലാണ്ട് ഗബ്രി പോയപ്പോഴുള്ള വിഷമോ അല്ല. അത്താടെ മുഖം മനസ്സിൽ ഒരു ധൈര്യം കിട്ടും. അയ്യോ, അത് പറ്റൂല. എനിക്ക് ഗബ്രിയുടെ മുഖം ഇഷ്ടം, നിങ്ങളുടെ മുഖത്തിനെക്കാളും. നിങ്ങളുടെയൊക്കെ ഒന്നുമല്ല. നിങ്ങളൊക്കെ എപ്പോർത്ത് ഗബ്രീനെ ഫുൾ ടൈം ഓർത്തിരിക്കാറ്. സത്യം, ഞാൻ കണ്ടുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പാടില്ല. പറ. അത് ശരി. അപ്പൊ ഞങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ പുറത്തു പോയിട്ട് പറയാനാണെങ്കിൽ ഒന്നും ഇവിടെ പറയണ്ട. അതെല്ലാം നമുക്ക് വെളിയിൽ പറയാം. അത് ശരി. ഞങ്ങളെ കൊണ്ടാക്കിയത് അഫ്സലായിരുന്നു. അത് ശരി. അവൻ വന്ന് ഡ്രോപ്പ് ചെയ്താ? ഇത് ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു പൊറോട്ടോ നാടകമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അഫ്സലും ദിയ സെനയും കൂടെ ഞങ്ങളെ കൊണ്ടാക്കിയത്. ബെസ്റ്റ് ആളാ. അതും എടുക്കുമോളെ.
അതാ ശ്ശേ, ഊരിത്താ മോളെ, വേറെ ഒന്നും ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിക്കാതെ ഊരിത്താ. ഒരു മാല ഊരാൻ എന്തിനാടേ ഇത്ര ടെൻഷൻ ഉണ്ടേ? നല്ല മനസ്സോടെ ഊരിത്താ. നല്ല അതുകൊണ്ട് അതിങ്ങ് തന്നേക്ക്. നല്ല അടിപൊളി ഒരു കാര്യം പറയട്ടെ. പറയുന്ന കേള് മോളെ. നീ ഒന്നും പണയണ്ട, നീ പണഞ്ഞിടത്തോളം മതിയായി. പണയാൻ വന്നേക്കാ. ഗെയിമിനെ ഏത് ഗെയിമാണോ ഈ ഓ, ഓ, ഓ. ഗെയിം, നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ആ ഗെയിം എല്ലാം വിട്ടേക്കുക. എല്ലാം ഒരു ഗെയിം ആയിരുന്നു ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. അത്ത ആ സ്പിരിറ്റിലെ അത്ത കണ്ടിട്ടുള്ളൂ, അമ്മ കണ്ടിട്ടുള്ളൂ. ഞാനും ഊരി അത്തയുടെ കയ്യിൽ സ്റ്റോർ റൂമിൽ കൊടുക്കാം. ജാസ്മിന്റെ അത്ത ഉള്ളില് പൊളിഞ്ഞ് നിക്കണ്ട്. ഞാനിവിടെ വലിച്ചു വാരി വെള്ളം ഭിത്തിയിലൊട്ടിക്കും. മര്യാദക്ക് നീ മാല ഉരുത്തന്നോ? അകത്ത് ഒന്നുമില്ല മോളെ, ഞാൻ കൂടിണ്ട്. നീ ആ മാല ഒന്ന് ഉരുത്താ. എനിക്ക് പറയാൻ അവസരം എന്താ? മോള് പറഞ്ഞു. ജാസ്മിന് നീ പറ, നിനക്ക് സ്പേസ് ഉണ്ട്, ക്യാമറ ഒക്കെ നോക്കിയിരിക്കുന്നത്, നീ പറയണത് കേൾക്കാനല്ലേ? പറ മോളെ, എന്താ പ്രശ്നം? ഗബ്രി വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടില്ല? ഗബ്രി വിളിച്ചു വന്നാ എന്തിനാ? നിന്റെ അപ്പന്റെ വായിലിരിക്കുന്ന പച്ചത്തെറി അവൻ കേൾക്കാനാ? അതൊക്കെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് സംസാരിക്കാം. ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ വിളിക്കോടി. അവൻ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടുണ്ടാവും. അല്ല പിന്നെ വീട്ടിലേക്ക് വിളിക്കാനേ ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട്. അതിലൊന്നും പേടിക്കണ്ട മോളെ. എനിക്കൊരു ജാസ്മിന്റെ ഉപ്പ മനസ്സിൽ ആ നാറിയുടെ പേരെങ്ങനെ ഇവിടെ പറഞ്ഞാണ്ടില്ല. പുറത്ത് ഒന്നുമില്ല മോളെ, നമുക്കൊക്കെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് തീരുമാനിക്കാം. നീ വിഷമിക്കാണ്ടിരിക്കും, ഞങ്ങളില്ലേ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് എനിക്കൊരു ധൈര്യം. ജാസ്മിന്റെ ഉമ്മ അവള് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ജപിച്ച് കെട്ടില്ലേ ഏലസൊക്കെ, അതേപോലെ ജപിച്ച് കെട്ടിയ ഒരു സാധനമാണ് ഈ ഗബ്രിയുടെ മാല. ഓക്കെ, മക്കൾക്ക് ധൈര്യത്തിന് ഉമ്മ അത് കെട്ടിക്കഴിഞ്ഞാൽ ജാസ്മിന് ഭയങ്കര ധൈര്യമാണെന്നാണ് ജാസ്മിൻ പറയണത്. ധൈര്യമായിട്ട് ഊര് മോളെ. ഇത് ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ലവ് ആണോ അതോ റിലേഷൻ ആണോ എന്താന്ന് പറഞ്ഞിട്ട് പറയടേ. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ മാലയൊക്കെ ഊരി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഊരി കൊടുക്കും. നമുക്കൊക്കെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ മാലയില്ലാണ്ട് പറ്റില്ലേ നമ്മളിങ്ങനെ കാണിക്കുന്നില്ല. മക്കൾക്ക് ധൈര്യത്തിന് ഉമ്മ ഉണ്ട്. ഉമ്മ ധൈര്യം ഞാൻ തരാം മോളെ, നീ വീട്ടിക്ക് വാട്ടാ. ഊര് മോളെ. കൊടുക്ക് ജാസ്മിൻ, അവർ ഇത്ര പറഞ്ഞതല്ലേ, നീ എന്നിട്ട് ഇത് പിടിച്ചോണ്ടിരിക്കണേ? പറയുന്നേ എനിക്ക് ആകെ ജാസ്മിന്റെ ഉപ്പ ഇവള് ഒരു വഴിക്ക് പോവില്ല, ഞാൻ തന്നെ ഊരി എടുക്കാം. കപ്പും കൊണ്ട് വീട്ടിൽ വരാവൂ. ഇവർക്കും വേണം കപ്പ്. ഇതിപ്പോ എത്ര പേർക്ക് കൊടുക്കും? ആകെ ഒരു കപ്പുള്ളൂ. സിജോന് വേണം, ഋഷിക്ക് വേണം, രശ്മിന് വേണം, ജിൻഡോന് വേണം, ജാസ്മിന് വേണം, പിന്നെ ആർക്കൊക്കെയോ വേണം. ഇവർക്കൊക്കെ കപ്പ് വേണമെങ്കിൽ ആ സായിക്ക് മാത്രം വേണ്ടട്ടാ, ബാക്കി എല്ലാവർക്കും കപ്പ് വേണം. ഇത് ആകെ ഒരു കപ്പുള്ളൂ. ഇതെങ്ങനെ കൊടുക്കും? ഇത് മുറിച്ചു കൊടുക്കൂ. ജാസ്മിന്റെ ഉമ്മ ബിലായി മോള് പോയി പല്ല് തേക്ക്, നല്ല വായനാറ്റുണ്ട്. അല്ല ബെഡിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ടിൽ വന്ന് ഡാൻസ് കളിച്ച് പിന്നെ അകത്ത് പോയിരുന്നു വർത്താനം പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എപ്പോ പല്ല് വെച്ച് തേച്ചുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോണില്ല. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങാം. ഞങ്ങൾ അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ നമുക്ക് കറങ്ങാം. ജാസ്മിന്റെ അത്ത പിന്നെ ബാ മോളെ നമുക്കൊന്ന് കറങ്ങാം. ഈ കറക്കത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അപ്പുറത്തെ റൂമിലിരിക്കുന്ന ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വലിച്ചു കയറി കളയാനല്ലേ? ഒരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കി ആ കാണിച്ച ഫോട്ടോ ഇല്ലേ, അതിൽ ഇന്നേ വരെ നോക്കിയിട്ടില്ല മോളെ. ദേ ചിരിച്ചിരിക്കുന്ന നമ്മുടെ കഥാനായകൻ. ഇത് ഞാൻ എടുക്കാം. എനിക്ക് ആകെ പൊളി പൊളി പൊളി. ജാസ്മിന്റെ അത്ത കീറിക്കള, അതാ മാസ്. ഏയ് ഞങ്ങൾ ഒരു സെൻസിൽ എടുത്തുള്ള മോളെ, ആ സെൻസിൽ തന്നെ എടുത്ത ഫ്രണ്ട്ഷിപ്പിന്റെ സെൻസ് തന്നെയാ ഞങ്ങൾ അതന്നെ എടുത്ത. അത്തായിക്കോ ഉമ്മായിക്കോ ഒന്നുമില്ല. എന്നാലും എന്റെ ജാഫർക്ക ഇത്രയും ക്ഷമയുള്ള മനുഷ്യനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. എന്താ ക്ഷമ? മോളെ കൂടെ വേറെ വല്ലവരാണെങ്കിൽ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചാനെ. ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇത്ര ക്ഷമാന്ന് ഞങ്ങൾക്ക് അറിയാട്ടോ. മോളെ ഉമ്മക്ക് അറിയാം, നമുക്ക് വേറെ ആർക്കും അറിയാം. എന്റെ കൂട്ടുകാരന്റെ ഒക്കെ ഒരു ഫോട്ടോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്തു കൊടുക്കും. നമ്മളിങ്ങനെ കിടന്നു പിന്നൊന്നും കിടന്ന് കറിയില്ലട്ടാ. ഞാൻ ഒറ്റപ്പെടുമ്പോ അറബി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരണം. ആ കഴുത്തി കിടക്കുന്ന മാലയിൽ എഴുതിയിരിക്കുന്നത് ജാസ്മിൻ എന്നാണോ അതോ അഫ്സൽ എന്നാണോ എന്നൊന്ന് വായിക്കാനാ. ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്. ഒറ്റപ്പെടുന്ന ഞങ്ങളുണ്ടല്ലോ മോളെ. നിങ്ങൾ എനിക്ക് പുറത്തല്ലേ അമ്മ? ഓ നിങ്ങൾ പുറത്തല്ലേന്ന്. അപ്പൊ പിന്നെ ഗബ്രി ഇരിക്കുന്നത് കട്ടലിന്റെ അടിയിലാ. എല്ലാരും പുറത്തല്ലേ? എല്ലാരും പുറത്തല്ലേ? എടേ എല്ലാരും പുറത്തല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ അതിന്റെ ലോജിക്ക് എന്താന്ന്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം. ജാസ്മിന്റെ ഉപ്പയാണ്. അത് ശരി സായി, ബിഗ് ബോസിന് അറിയില്ലായിരുന്നു ജാസ്മിന്റെ ഉപ്പയാണെന്ന്. പോയടാ. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ ഞങ്ങള് കണ്ടില്ല. ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ്. ഒച്ചോടാ. എന്നിട്ട് അവനിപ്പോ എവിടെ? സ്റ്റോർ റൂം വെക്കാനാ. അതെ
ഋഷി പുള്ളി നിൽക്കുമ്പോ കഷ്ടപ്പെട്ട് ചിരിക്കാനും പറ്റൂല. എല്ലാരുമായിട്ട് ഒരു ഇതായിരിക്കണം. ആരും ഒരു ജിൻഡോ ഹായ് ജാഫ്രിക ചത്താലും ഞാൻ നോക്കൂലടാ പട്ടി. ഇപ്പൊ അവന്റെ ഒരു മാലയോ അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ അവന്റെ ഫോട്ടോ നമുക്കറിയില്ലല്ലോ. ജാസ്മിനെ പുറത്ത് എന്താ നടക്കണേന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. ഇവര് പറഞ്ഞു തരുന്നതിൽ നിന്ന് കാര്യം എടുക്ക്, ബോധം വെച്ച് ചിന്തിക്ക് എന്താണ് ഇങ്ങനെ പറഞ്ഞു തരുന്നേന്ന്. ഇല്ല മക്കളൊക്കെ മക്കളെ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ പെൺപിള്ളേരെ പ്രണയം പോകൂലേ, അപ്പൊ വീട്ടിൽ ഇങ്ങനെ തന്നെ പിടിച്ചിരുത്തിയിട്ട് മാതാപിതാക്കൾ പറയും മോള് ഒന്നുമില്ല, നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, പുറത്തൊരു ജീവിതമുണ്ട്. മോള് പറ എന്ത് സംഭവിച്ചേ, ആ ഒരു സ്റ്റൈല് നിങ്ങക്ക് തോന്നണ്ട? ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്, 24 മണിക്കൂർ ഉമ്മ കണ്ടോണ്ടിരിക്കില്ല. അപ്പോഴുള്ള ഒരു സെയിം സീൻ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നണത്. മറ്റേ ജൂൺ മൂവിയിലൊക്കെ ഈ ഒരു സീൻ ഉണ്ട്. കാര്യത്തില് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അതിനൊന്നും മോളെ രശ്മിനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഓക്കെ, അതെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ ആഴ്ച തന്നെ വീട്ടിൽ പോകാൻ പറ്റും. നമ്മുടെ അപ്സരെ ജാസ്മിൻ അടിച്ചു, ജാസ്മിൻ ഔട്ടാണ്. ഇത് ഇവിടെ പറയേണ്ട കാര്യം ഇപ്പൊ അടിച്ചോ? ബാക്കി കണ്ടസ്റ്റൻസ് ഇതെപ്പ നടന്ന സംഭവടാ? വഴക്ക്. അഭിഷേക് അപ്സരെ നിന്നെ അവള് അടിച്ചാ? ഇതെപ്പ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മഴ ടൈമില്. മഴയാ? എന്റെ പൊന്ന് ശ്രീത്, മഴ ടൈം. മഴയല്ല മഴ. മഴത്തൂറൽ അവരൊക്കെ എല്ലാരും സൈഡ് ഹുക്ക് മഴത്തൂറൽ. മഴ തൂർന്നു, ഡ്രോപ്സ് വരുന്നു, തൂറ. നമ്മുടെ ശ്രീതു 2 ദിവസം മുമ്പ് ഇങ്ങനെ പുറത്ത് കിടന്നപ്പോ മഴ പെയ്ത്. അപ്പൊ ശ്രീതു പറഞ്ഞ കാര്യമാണ് സായിപ്പെട്ട് കളിയാക്കണം. ജാഫർ കൺഫെഷൻ റൂമിലേക്ക് വരിക. അപ്പൊ ഈ അപ്സരയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ജാസ്മിന്റെ ഉപ്പ ജാഫർഖാനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പുറത്തുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചും ഇവിടെയുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് ബി ലൈക്ക് മേലാല് പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞോണ്ടില്ല. ഒരു ഫോൺ വിളിച്ചാൽ ചെയ്യണോ തരം മാറിയിട്ടില്ല. ആ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോകാം. ഓക്കെ താങ്ക് യു. ജാഫർഖ ഒരു കുഴപ്പമില്ല, ഇതിവിടെ വയ്ക്കാല്ലേ? സമാധാനം, താങ്ക് യു. എടാ ഇവരൊന്നും ഫുഡ് കണ്ടിട്ടില്ലടേ. ഇങ്ങനെ ആർത്തി ഉണ്ടാവോ? ഈ അർജുനും ശ്രീതുമാണ് ഏറ്റവും കൂടുതൽ. ഇത് നുങ്ക്. നുങ്ക എന്നിട്ട് നുങ്ക് തേങ്ങയോ? തേങ്ങ ഉണ്ടായിരുന്നോ? തേങ്ങ എടാ അത് പനങ്കരിക്ക പനന്നങ്ക് അങ്ങനെയല്ല അതിന്റെ പേര്. തേങ്ങാന്ന് അതിന് പേരുണ്ടാ? ഓ പനന്നങ്ക് നുങ്കുണ്ട്. എന്തായാലും ശ്രീതു നുങ്ക് നല്ല പേര്. വിഷയോ പനങ്കരിക്കൊക്കെ ഇപ്പൊ ഒരു വിഷയോടെ. വീട്ടിൽ മിണ്ടേ വേണം തിന്നേ വേണം. നീ എപ്പം മിണ്ടി? മൈക്ക് ശരിയാണോ എന്ന് നോക്കുക. എന്താ അറിയോ, ശരി 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 മൈക്ക് ശരിയായിട്ട് ധരിക്കുന്നില്ല എന്ന് പറയുന്നതല്ലേ. മൈക്ക് ധരിക്കല്ലാന്ന് പറഞ്ഞ് ഇത്ര ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അടിപൊളിയാണ് അതിന്. അത് അവരുണ്ടാക്കിയതൊന്നും കടയെന്ന് വെച്ചാലേ അതെ സ്റ്റാച്ചു ആയി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് രശ്മിന് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, സ്റ്റാച്യു കളി. അർജുൻ അത് ശരി, ഞാൻ കുനിഞ്ഞു നിൽക്കുമ്പോ തന്നെ വേണമല്ലോ നിനക്ക് സ്റ്റാച്യു കളിക്കാൻ. ദോശ ചുടുന്ന ശ്രീതുവിനോട് സ്റ്റാച്ചു. ജിൻഡോ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എന്നെ എങ്ങനെ സ്റ്റാച്ചു പറയോ? ഞാൻ കുളിക്കാൻ കയറട്ടെ സ്റ്റാച്ചു. ജിൻഡോ അത് ശരി. അല്ല ജിൻഡോന്റെ തലയിൽ എന്തേ തെങ്ങ? ഇഞ്ചാതി സാധനം. ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് നേടാൻ നോക്ക്. അപ്പൊ ഇവിടെ സ്റ്റാച്ചു കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ജാഫർക്ക് അപ്പുറത്ത് പറയാണ് ഒറ്റയ്ക്ക് കളിക്കടി. ഋഷി സ്റ്റാച്ചു ഋഷി എടാ വൃത്തികെട്ടവനെ സീജോ എന്നെ കിളി കൂട്ടല്ലേടാ, എനിക്ക് ചിരിയുടെ അസുഖമുള്ളതാ. അത് കൊള്ളാം. ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ശരി, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടാ, ഒരു ടെൻഷൻ അടിക്കണ്ട, നന്നായിട്ട് കളിക്കുക. നോറ ഇതെന്തോന്നത്? റസ്മിൻ സ്റ്റാച്യു. രശ്മിൻ ബി ലൈക്ക് എന്നെ തേച്ചതാണല്ലേ? നിങ്ങളൊക്കെ എന്നോട് പക തീർക്കാണല്ലടാ. രശ്മിന്റെ ഫാമിലിയുടെ എൻട്രി സോങ് ആണ്. അപ്പൊ രശ്മിൻ ഇങ്ങനെ സ്റ്റാച്യു ആയിട്ട് നിൽക്കുക. അപ്പൊ എല്ലാവരും പിടിച്ച് തിരിച്ചു വെച്ചു വരുന്നത് കാണാൻ. അവിടെ ഫസ്റ്റ് രശ്മിന് കരയാൻ പോലും പറ്റുന്നില്ല. രശ്മിന്റെ മുഖമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോ എല്ലാരും കൂടി രശ്മിനെ പൊക്കി എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടു. നിങ്ങളാണോ
എല്ലാരും കൂടി രശ്മിനെ എടുത്തോണ്ട് പുറത്തേക്ക് കൊണ്ടുപോവാ. ഡോറ് തുറന്നു വരുന്ന രശ്മിന്റെ ഫാമിലി. അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റി? എല്ലാരും കാണാൻ പറ്റി. ഫുൾ ടൈം ശരി, പിന്നെ കാണാതെ ഇതിങ്ങനെ വെക്കും, ഹെഡ്സെറ്റ് കുത്തി പണിയെടുക്കും. ഇവന്റെ എത്ര നല്ല ഓഫീസിലാ പയ്യൻ വർക്ക് ചെയ്യണേ. ഓഫീസിലുള്ളവരെല്ലാരും നിന്നെ ബിഗ് ബോസ് പ്രാന്തൻ. ഇത്രയും സ്നേഹമുള്ള ഓഫീസിലെ ആൾക്കാരാ. ആ ഓഫീസിലെ അഡ്രസ് ഒന്ന് കിട്ടോ? ഒരു ജോലി നോക്കാനാ. അല്ല 24/7 ബിഗ് ബോസ് ഒക്കെ കണ്ടോളാൻ പറയുന്ന ഓഫീസ് ഏതാന്ന് അറിയണമല്ലോ. ഇന്ന് അടിപൊളിയാന്നല്ലോ, ഇന്ന് അടിപൊളിയാന്നല്ലോ. എപ്പ ഇതൊക്കെ ആരുടെ നല്ല തകർക്കുന്നുണ്ടല്ലോ. വെറുതെ വന്നിരുന്ന് തള്ള അങ്ങട്. നല്ല സൂപ്പർ ആയിട്ട് പോകണ്ടോ. കപ്പ് വാങ്ങിച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്നാ പറഞ്ഞേ. ആ കപ്പിന് ഒരാള് കൂടിയായിട്ടാ. ഒരു മാസം അടിപൊളിയായിട്ട് കളിച്ചിരുന്നു. ആ പറഞ്ഞു കൊടുക്ക്. തിരിച്ച് കുറച്ച് ഇനിയിപ്പോ ഇന്നലത്തെ ഗെയിമിന് അതെന്താ ഞാൻ കളി മാറ്റിയെന്നറിയാ? ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ട്, ഡയറക്റ്റ് നോമിനേഷനില്. അതാ കളി മാറ്റിയ. ഇവിടെ ഇപ്പൊ എല്ലാരായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അയ്യോ പാവം. അറിയാലോ ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് വലുതാ. പക്ഷെ ഞാൻ പറയണത് ഫ്രണ്ട്സ് ആണല്ലേ? എന്തിനാ? നമുക്ക് വേണ്ടത് എന്താന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം. എന്താ കപ്പാണ് വേണ്ടതോ പൈസയാണോ വേണ്ടത്? ഏതാ വേണ്ടേ? പണപ്പെട്ടി വെക്കുന്ന ഒരു ഇതിണ്ടെന്ന് പറയണത്. ഓ ശരി, മറ്റേ പെട്ടിയല്ലേ, പെട്ടി എടുത്തിട്ട് ഇറങ്ങി പോണത്. ഫൈനൽ വരെ നിക്കുന്നാണല്ലേ മനസ്സില്. മുടി ഒരു ക്ലിപ്പ് ഇടണം. വെച്ചിട്ട് ഉപ്പ് നോക്കുക ചെയ്യുമ്പം കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഉപ്പ് നോക്കണം. ജാസ്മിന്റെ ഉമ്മ ജാസ്മിനോട് പറയണേ, മോളെ കറിയിൽ ഉപ്പ് നോക്കാൻ വേണ്ടല്ലോ, കയ്യിൽ ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ നക്കി നോക്കാൻ. അടുക്കള കേറുന്നില്ല. നീ അടുക്കള കയറാത്തോണ്ടോ നിനക്കൊന്നും അറിയാത്ത. നീ സ്പൂൺ അടക്കെടുത്ത് നക്കരുത്. ഓക്കെ നോക്കുന്ന ഇപ്പൊ അങ്ങനെ ആയിരിക്കും. എന്താലേ ചെയ്ത കാര്യം ഉമ്മേനോട് വരെ സമ്മതിക്കില്ല, പിന്നെ ലാലേട്ടനോട്. ഞാൻ ബാത്റൂം കഴുകാൻ പഠിച്ച്, ഞാൻ ഇപ്പൊ ഫ്ലോർ തൂക്കുന്നുണ്ട്. എന്റെ പൊന്നു ജാസ്മിനെ, ഈ ബാത്റൂം കഴുകാനും അടിച്ചു വരാനൊക്കെ എന്താ പഠിക്കാനുള്ളേ? കുക്കിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ എന്താ പഠിക്കാനുള്ളത്? എന്റെ ഫ്രണ്ട് സുരേഷ് പ്രത്യേകം നിന്നെ ചോദിച്ചെന്ന് പറയാമോ? സുരേഷാ എന്നെ പറ്റി ചോദിച്ചു. സുരേഷ് ഏട്ടാ എനിക്ക് വോട്ട് ചെയ്തോളൂ. എനിക്ക് സുരേഷ് എന്റെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്, രശ്മിന്റെ അനിയൻ. ആളുടെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുള്ളതാണ്. ജാസ്മിൻ, ഞാൻ കോഴിയാണെന്നല്ല അവൻ പറഞ്ഞത്. ഏയ് അങ്ങനെയായിരിക്കില്ല. എന്തായാലും ചമ്മി മിണ്ടാണ്ടിരിക്കാം. അവൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഔട്ടാവോന്നുള്ള ടെൻഷനായിരുന്നു അങ്കളെ, അല്ലാണ്ട് ഇവിടെ അടിച്ചതിന്റെ വിഷമമൊന്നുമല്ല. മോള് അറിയാതെ നിന്നോട് ചെയ്തതാണ്. അയ്യോ ദേ മാപ്പ് പറിച്ചില്ലേ. ക്ഷമ പോലും മതി. അതിനകത്തൊരു സോറി ചോദിക്കുമ്പോ തന്നെ നമുക്കൊരു വല്ലാതെ. ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രിയുടെ ഫാമിലിയും ജാസ്മിന്റെ ഫാമിലിയും കൂടി കേറുന്ന ധന്യ മുഹൂർത്തം നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഗൈസ്. ദേ അടുത്ത ആക്രാന്തികള്. ജിൻഡോ രശ്മിന്റെ അനിയനോട് ഞാൻ മറ്റേ മട്ടാഞ്ചേരിനെ പറ്റി മോശം പറഞ്ഞത് അറിയാണ്ട് പറഞ്ഞതാട്ട മോനെ, ഞാൻ സോറി പറയണേ. അല്ലെ മട്ടാഞ്ചേരിനെ പറ്റി എന്താ കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞ് ജിൻഡോനെ തല്ലാൻ നടന്ന് ഇന്റർവ്യൂ കൊടുത്തിരുന്ന കുറെ പേരെ ഞാനിപ്പോ സ്മരിക്കുന്നു. പക്ഷെ എന്റെ പൊന്നത് അടുത്തത് ഋഷി ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിക്കില്ലായിരുന്നു. അപ്പൊ ഋഷി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ബിഗ് ബോസിലേക്ക് വന്നത്? എന്റെ മോള് ജാസ്മിൻ, വീട്ടിൽ വിളിക്കുന്നത് ചിന്നു. ഈ ചിന്നു ഉണ്ടാവും. അത് കഴിഞ്ഞ് ജാസ്മിന്റെ കുട്ടിക്കാലത്തിനെ പറ്റി പറയുന്ന ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു. ആരെന്തെന്ന് വെച്ചാ കുത്തെന്ന് പറയുന്ന സ്വഭാവമായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാട്ടാ. ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അത് ശരി. എന്ത് പറഞ്ഞാലും കേക്കത്തില്ല, അങ്ങനത്തെ സ്വഭാവമായിരുന്നു. അതന്നെ ഇവിടെ അടി മേടിച്ചോണ്ടൊന്നും ഇവിടെ വന്നേക്കരുത്. അടിച്ചാ തിരിച്ചടിച്ചേക്കണം. വന്ന് അങ്ങനെ ഇതില് വന്ന് ഈശ്വര ചന്ദനക്കുറി അല്ലല്ലോ, ഇന്ന് കുങ്കുമ, അതും ഗോപി. ഇയാൾക്ക് ഇച്ചിരി ഇളക്കം കൂടും. സ്കൂളില് നല്ല ചട്ടമ്പിയായിരുന്നു. എല്ലായിടത്തും തന്നെയാ. ബിഗ് ബോസ് അല്ലാതെ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയേക്കുന്നത് ബിഗ് ബോസ് നല്ല പ്രൗഡാ. ആ കടങ്ങളൊക്കെ മാളുടെ പൈസ കൊണ്ട് വീട്ടിൽ ആള് പിടിക്കായിരുന്നു. പക്ഷെ ഗബ്രിയുടെ കൂടെ സ്ട്രാറ്റജി കളിച്ച് ആകെ പടിപാളിയില്ലേ മോനെ എന്ന് പറഞ്ഞ് ഉപദേശിക്കേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉപദേശിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികം. നമ്മുടെ ജിൻഡോ ചേട്ടൻ ചോദിക്കാണ്ടിട്ടാ. ജാസ്മിനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്താവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ജിൻഡോ ചേട്ടാ അതിലെന്ത് സംശയം? ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങുന്ന സീരിയലിലെ നായിക. ജാസ്മിൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അത് ഇറങ്ങിയിട്ടുള്ള തീരുമാനമാണ്. അതെന്ത് തീരുമാനം? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.
പൊളിച്ചാ എന്ത്? അര ട്രൗസറും ടീഷർട്ട് ഇടുള്ളൂ, അതാണ് നമുക്ക് ഇഷ്ടം. അല്ല രക്ഷന്റെ ഉമ്മ, ഇവിടെ അതൊക്കെ തന്നെയല്ലേ ഇടണേ? ഒന്ന് എടുത്തു പറയാതിരിക്കുന്നു. ഈ ഒരു തവണ അൽമാരിയിലെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ആ അപ്പൊ പണ്ടേ സൈക്കോ ആണ്. ഫാൻസി ഡ്രസ്സിനൊക്കെ കയറിയാൽ ഫസ്റ്റ് വാങ്ങിക്കാതെ അവൾ ഇറങ്ങിയില്ല. സ്റ്റേജ് എനിക്ക് വയ്യ. ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയിരുന്ന് മാങ്ങ പറിക്കല. ഫ്രണ്ട്സ് 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 ഇങ്ങനെ പുറകെ പോക്കാണ്. അതേ ഡിഗ്രി നോർ എന്തിനൊക്കെ അറിയണേ? ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കബഡിക്ക് പോയി, നാഷണൽ ലെവൽ പോയി. കബഡി പ്ലെയർ ഒക്കെ ആയിരുന്നാ? മിടുക്കിയാണപ്പ. അവന്മാരെ അവിടെ ഇരിക്കുന്നെങ്കിൽ ഇവളെന്ത് ചെയ്യും? വണ്ടിയുടെ താക്കോലും വാങ്ങിച്ചിട്ട് പോയുള്ളൂ. അത് ഇല്ലീഗൽ അല്ല, അതുകൊണ്ട് വിളിച്ചു പറയില്ല, വല്ലവരും കേസ് കൊടുക്കും. ഫസ്റ്റ് ഓടിച്ചു പഠിച്ചത് ബൈക്കാണ്, അത് കഴിഞ്ഞാണ് പിന്നെ പോയി ലൈസൻസ് എടുത്തതും. ശരി, എങ്ങനെയാണ് സെയിം അതേപോലെ തന്നെയാണ് വീട്ടില്. അപ്പൊ ഇത് തന്നെയാണ് സ്വഭാവം. എവിടെ പോയാലും അതേപോലെ തിരിച്ചു വരുന്നു. ആവശ്യം അതുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും കൊണ്ടുപോയാൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആക്കും. പേടിക്കണ്ട, ആ കാര്യത്തിൽ പേടിക്കണ്ട. ഞങ്ങൾ ഓപ്പൺ മൈൻഡ് ആണ്. എന്താണെങ്കിൽ മുഖത്തടിച്ച പോലെ പറയും. ഓപ്പൺ മൈൻഡ് ആണല്ലേ? എന്താ എക്സൈറ്റ്മെന്റ്? എന്താ ഫീല് സായി? എല്ലാം അറിയാൻ, പുറത്ത് വരുമ്പോ ഒക്കെ അറിയാം, എല്ലാ കാര്യം അറിയാൻ പറ്റും. കുടുംബശ്രീക്കൊക്കെ പോക്കുണ്ടോ? കുടുംബശ്രീക്ക് പോവാൻ പറ്റി, അവിടെ ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ നീ ഇവിടെ ചെയ്തു വെച്ചാണ്. മിണ്ടരുത്. എന്നെ സ്നേഹിക്കുന്ന ആരെയൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളായിട്ട് നിൽക്കുമോ? ഇത്ര നാൾ നമ്മളായിട്ട് നിന്നപ്പോ ഇഷ്ടപ്പെട്ടില്ല. ആര് ഇഷ്ടപ്പെട്ടു എന്റെ അഭിഷേക്? കൂടുള്ളവന് ചാട്ടം മാറ്റം അതാരാ മാറുന്ന ആൾക്കാര്? പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കാലം കണ്ടവര് ആവില്ല ചിലപ്പോ. അത് പോയിന്റ്. ശ്രീതു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സായി പറയാണ്, ശ്രീതും അപ്സരയൊക്കെ കപ്പിന് വേണ്ടി ഇവിടെ നിൽക്കണവരാ. ഒരു 100 ദിവസം നിന്നിട്ട് വേണമെങ്കിൽ പിന്നെ അവര് മത്സരിക്കും അതിന് വേണ്ടി. കപ്പിന് വേണ്ടി പിന്നെ അവര് കളിക്കും. സായിച്ചേട്ടൻ നേരെ തിരിച്ച ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് അപ്സരയ്ക്ക് അത് പിടിച്ചില്ല. അപ്സര തിരിച്ചു പറഞ്ഞില്ലേ? പറയുകയും ചെയ്യും, ഓട്ടോ മേടിച്ച് പോവുകയും ചെയ്യും, ഡൈവന്റ് വെച്ച് സേഫ് ആവുകയും ചെയ്യും. അപ്സര സ്കോഡ് പറയുന്നത് എന്തിനാ പറ. എനിക്ക് ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്നേ എന്ന് പറയും. മനസ്സിലാക്കി കളഞ്ഞല്ല. ആൾക്കാർ എന്നാലും ആ ചെക്കൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും, അതായത് വെള്ളിമൂങ്ങയിൽ നമ്മുടെ ബിജു മേനോൻ ചേട്ടൻ ട്രൈ ചെയ്ത അതല്ലേ? അപ്സര ഇവിടെ നിന്ന് അങ്ങനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന പോണ രീതി അങ്ങനെ പറ്റത്തില്ല. എന്റെ പൊന്നു സായി, അങ്ങനെ വിടൂല. നിനക്ക് ഇതിന്റെ നിയമങ്ങളൊന്നും അറിഞ്ഞൂടെ? ഞാൻ പോയിക്കൊണ്ട് അപ്സരയ്ക്ക് വരാം. മനുഷ്യ അങ്ങനെ പറ്റത്തില്ല. കൊള്ള എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യും. ഇനി ഞാൻ ഇങ്ങനെ കാണാം. ഇനി ഇങ്ങനെ കാണ്. എനിക്ക് എന്റെ ചെറുക്കനെ ഒന്ന് കാണണം. എന്റെ പൊന്നോ, ഇത്ര നാളാ കൊച്ചിനെ പറ്റി ഒരു അക്ഷരം അന്വേഷിച്ചോള്. തടി കാണണം, മീശ കട്ടി മീശയാ. പിന്നെ 2 മാസം കൊണ്ട് മീശ വളർന്ന് തടി വെച്ച് മസിലായി, വേറെ ലെവലായി ആ ചെക്കൻ. പിന്നെ ഈ 2 മാസം കൊണ്ട് കട്ടി മീശ. സീസൺ 6 മലയാളത്തിന്റെ ഒരു ഫാമിലി ക്വിസ് റൺ പിന്നെ ടാസ്ക്. ജാസ്മിനും റസ്മിനും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും കുറെ ഹൃദയങ്ങൾ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. സിജോ ക്യൂസ് മാസ്റ്റർ ആയിട്ട് വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്യൂ കാർഡിലുള്ള ഓരോ വാക്കുകൾ പറയും. അപ്പോ അപ്പനും അമ്മയിലും അല്ലെങ്കിൽ സഹോദരനും അമ്മയിലും ആർക്കാണ് അത് കൂടുതൽ ആപ്റ്റ്, അയാൾക്ക് കൊണ്ട് ഒരു ഹൃദയം കൊടുക്കുക. നന്മ മരം. ഇപ്പൊ നന്മ മരം ഉപദേശിക്കുന്നത് ആരാണ്, വഴികാട്ടി ആരാണ്, ഫ്രീക്ക് ആരാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. അതിലൊരു ഹാർട്ടൊക്കെ കൊണ്ടേ കൊടുത്തു. അത്രയൊക്കെ ഉള്ളൂടെ. ഒരു കളിയും ചിരി തമാശ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് ടാസ്ക് ആയിരുന്നെങ്കിലും കണ്ടിരിക്കുന്നവർക്ക് നല്ല ബോറ് പരിപാടിയായിരുന്നു. അവിടെ ഇരിക്കുന്നവരുടെ മുഖം നോക്ക്. അതിന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, സമയമായി, എല്ലാവരും ഇറങ്ങി പോവാ. ചാറ്റാ. ഇവരെന്തിനാ ഇപ്പൊ ബാത്റൂമിന്റെ അവിടേക്ക് പോണേ? എന്തെങ്കിലും രഹസ്യം പറയാനാണോ? ജാസ്മിൻ മൈക്കൂരി വെക്കണേ. ജാസ്മിൻ മൈക്ക് ധരിക്കുക. ബിഗ് ബോസ് പിടിച്ച്. സായിയുടെ എക്സ്പ്രഷൻ പുല്ല്, ഇതെന്ത് പണിയാണ്? എനിക്ക് ടെൻഷൻ അടിക്കുക. ഇതെന്താ ഇവിടെ? ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പൊന്ന് ജാസ്മിനെ വീട്ടുകാര് പറഞ്ഞതേ ഗബ്രീനെ വിട്ട് കളിക്കാനാ. ബുദ്ധി വെച്ച് മനസ്സിലാക്ക് നീ. അഫ്സലാകായി തിരക്കിന്ന് പറയണം. ആര്? അഫ്സലിനെയോ? അഫ്സലാകായി തിരക്കിന്ന് പറയണം. 70 ദിവസം എടുത്തു അഫ്സലിനെ ഒന്ന് തിരിച്ചു ഓർമ്മ വരാൻ. ഗബ്രിയുടെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടു തോന്നുന്നു. എന്താലേ വന്നെന്നുള്ള സന്തോഷം മാത്രം. ശരി, അങ്ങനെ ഫാമിലി റൗണ്ട് കംപ്ലീറ്റ്. നാളെ തൊട്ട് ഈ ഫാമിലി വീക്ക് സഹിക്കണ്ടല്ലോ. ഐ ആം ഹാപ്പി. ഫാമിലി റൗണ്ട് കഴിഞ്ഞല്ലേ? ഭാഗ്യം, തീർന്നത് ഭാഗ്യം. എന്തൊരു ബോറായിരുന്നു അറിയോ? നിങ്ങക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നുണ്ടോ? എനിക്ക് നല്ല ബോറായിരുന്നു. കിട്ടിയോ? ജാസ്മിൻ രശ്മിനോട് ചോദിക്കാണ്, വല്ലതും കിട്ടിയാ? എനിക്ക് നല്ല പോലെ കിട്ടി, തൃപ്തിയായി. റൗണ്ട് ടോപ്പ് 10 ഒക്കെ ആവുമ്പോഴായിരുന്നു അല്ലേ? പെട്ടിയാ? ഇവര് പൈസ ഡിസ്കഷൻ വരെ എത്തിയാ?
അവരുടെയൊക്കെ ഗെയിമാ ജിന്നു നീ. ആരുടെ ഗെയിം എന്ന് ഉദ്ദേശിച്ച സായിയുടെ ആണോ? അപ്പൊ പെട്ടി ഇത്ര പൈസ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് ഋഷി, നീ ഇങ്ങനെ മനക്കോട്ട കെട്ടിയ അൻസിബയ്ക്ക് ഓരോ ആഗ്രഹങ്ങൾ കൊടുക്കല്ലേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പെട്ടി എടുത്തിട്ട് പോരെന്ന് പറഞ്ഞു? അപ്പൊ പെട്ടി എടുത്ത് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ അൻസിബ് വിചാരിച്ചു ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്ത് മതിൽ ചാടി പോണതാണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞത് മറ്റേ ക്യാഷിന്റെ പെട്ടി എടുത്ത് ഇറങ്ങണ്ടെന്ന്. അപ്പൊ ഋഷി പറയാ അത് എന്തുകൊണ്ടാ അത് ഇറങ്ങണ്ടെന്ന് പറഞ്ഞേ? പെട്ടി പോലും എടുക്കണ്ട എന്ന് പറയണെങ്കിൽ നീ പുലിക്കുട്ടിയാണ്. അപ്പൊ നിനക്ക് പുറത്ത് സപ്പോർട്ടാണ്, നിനക്ക് ഫസ്റ്റ് അടിക്കാൻ നീ പുലിക്കുട്ടിയാണ് അൻസിബ. ശരിക്കും എന്നെ കൊണ്ട് ഞാൻ തോറ്റി. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇത്രയും സംസാരിച്ച് ഞങ്ങളുടെ നമ്മുടെ രണ്ടുപേരും. ജാസ്മിൻ, നമ്മുടെ രണ്ടുപേരും നല്ല സൂപ്പർ ഫാമിലി ആയിരുന്നു. നമ്മുടെ ഫാമിലി വന്ന ദിവസം സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഋഷിയുടെ അൻസിബയുടെ വന്നപ്പോ ഒരുമിച്ച്. അപ്പൊ രശ്മി പറയും ഋഷിയുടെ അൻസിബയുടെയും നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടായി. യോ ഇഷ്ടായ അനക്കെന്ത് കിട്ടി? സായി എന്ത് കിട്ടി? നല്ലത് കിട്ടി. നല്ലത് കിട്ടി. അഭിഷേക് ചോദിക്കണ് അപ്പൊ മറ്റേ ഗബ്രിയുടെ ബോട്ടിൽ കൊണ്ടുപോയി. ബോട്ടിൽ മാത്രം വെച്ച് അടി അറിഞ്ഞായിരുന്നല്ലോ. നടുവിലെ കുറച്ച് പോഷൻ മാത്രമാണ് എനിക്കറിയില്ല. അതാണ് പ്രശ്നം. എന്റെ അനിയൻ വന്നിട്ട് എവിടെ എന്റെ ജിൻഡോ ബ്രോ എവിടെ? രശ്മിൻ എന്റെ അനിയൻ വന്നപ്പോ പറയണ എവിടെ എന്റെ ജിൻഡോ ബ്രോ എന്ന്. ഞാൻ ഇവിടെ ഇല്ലാണ്ടായി. എനിക്കങ്ങോട്ട് പൊളിഞ്ഞത് കേട്ടപ്പോ രശ്മിന്റെ മുഖം നോക്കി ജിൻഡോനെ പൊക്കി പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള. ഞാനിപ്പോ ജിൻഡോന്റെ മേത്തേക്കൊന്നും കയറാറില്ലല്ലോ. അപ്സര ഒട്ടുമില്ല. പുറത്ത് ഏറെ കുറെ സപ്പോർട്ടാണ്, ജിൻഡോനെ കുറെ പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത് അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. ടാസ്ക് വേറെ ഒന്നുമല്ല, ഒരു ജിമ്മിന്റെ ബോൾ ഉണ്ട്, ഒരു ടീമിൽ നിന്ന് 2 പേര് വരാം, 2 പേര് ഇങ്ങനെ നിൽക്കുക, ഈ ബോൾ അകത്ത് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ നടുക്ക് കൂട്ടിയിരിക്കുന്ന ഓരോ തുണി ഇടുക, ഇപ്പുറത്തെ ആൾക്ക് കൊടുക്കുക, അയാൾ അതെടുത്ത് അവിടെ മടക്കി വെക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ തുണി മടക്കി വെക്കുന്ന ആള് വിജയിക്കും. ബസർ അടിക്കുന്ന നേരത്ത് ഇതിങ്ങനെ തിരിഞ്ഞിട്ട് ഇയാൾ തുണി ഇടുക, മറ്റേയാൾ മടക്കി വെക്കുക. അത് കഴിയുമ്പോൾ ഇയാൾ തുണി ഇടുക, മറ്റേയാൾ മടക്കി വെക്കുക. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തീർന്നപ്പോൾ ഇവരിങ്ങനെ വാരി എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബസർ അടിച്ചപ്പോൾ തിരിഞ്ഞു നിന്നു. അത് കഴിഞ്ഞിട്ട് മടക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ബസർ അടിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് തരാം, ഇത്തവണ ഒരു തുണി എടുത്താൽ അത് മടക്കി വെച്ചിട്ട് അടുത്ത തുണി എടുക്കാവൂ. അപ്പൊ ഈ ബോൾ വേണമെങ്കിൽ 3 തവണയൊക്കെ വീഴാൻ പറ്റും, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അൻസിബ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ ടാസ്ക് ജഡ്ജ്മെന്റ് ഓരോ ടീമിനെയും ജഡ്ജ് ചെയ്യാൻ ഓരോ ജഡ്ജസ് വേറെ ടീമിൽ നിന്ന്. അങ്ങനെ ആദ്യം ജഡ്ജ് ചെയ്ത് നമ്മുടെ ജിൻഡോ ചേട്ടനായിരുന്നു. യോന്ന് ഇത്തവണ വലിയ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ആരും ജഡ്ജ് ചെയ്തില്ല. കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്ത് ഓരോരുത്തർ അതിൻ്റെതായിട്ടുള്ള മാർക്ക് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ജാസ്മിന്റെ ടീമിന് തന്നെ കിട്ടി. സെക്കൻഡ് നമ്മുടെ ഡെൻ ടീമിന് കിട്ടി. കിട്ടി. ഫോർത്ത് നമ്മുടെ പീപ്പിൾസ് റൂമിന് കിട്ടി. ഇരുവരൊക്കെ പറയാൻ അതാരുടെ അവിടെ കിടന്നുറങ്ങുന്നേ? കൊറേ സാധനങ്ങൾ അവര് വാങ്ങിച്ചോണ്ട് പോകും. ഇതാരാ? ജാസ്മിന്റെ ബെഡില് വേറൊരാള് അൺവാണ്ടഡും വാണ്ടഡും ആയിട്ടുള്ള. ആരാ അത്? നീ സെറ്റല്ലേ? ഓ രശ്മിനായിരുന്ന. ജാസ്മിന് കെട്ടിപ്പിടിക്കാൻ ഡോളിനെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോ രശ്മിൻ അത് കെട്ടിപ്പിടിച്ചിട്ട് രശ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് ജാസ്മിൻ ഉറങ്ങുന്നു. കൊള്ളാം. എന്തൊരു അടിയൊക്കെ. പിന്നെ ഞാൻ വേണ്ടാ മനുഷ്യനല്ലേ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടൻ മനസമാധാനമായിട്ട് കിടന്നുറങ്ങിയ ഒരു ശനി ഞായറും ആയിരിക്കും ഈ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ സാധനത്തിന്റെ ഷൂട്ടിന് ശനിയാഴ്ച വരണമല്ലോ ലാലേട്ടൻ. അപ്പോ എനിക്ക് തോന്നുന്നു നാളത്തെ എപ്പിസോഡിലും ലാലേട്ടനെ കാണിച്ചില്ല. നാളെ എന്തൊരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇനി 21-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ വരാം. അന്നായിരിക്കും എലിമിനേഷൻ. വോട്ടിംഗ് 22-ാം തീയതി റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹോട്ട്സ്റ്റാറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ.